അലക്സാണ്ടർ ഫെർഗൂസൻ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് 10 മരക്കഷ്ണങ്ങളെ നൽകൂ, കൂടെ അവനെയും നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഞാൻ നേടിത്തരാം. കാരണം മധ്യനിരയിൽ അയാൾ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഏത് സമ്മർദ്ദഘട്ടത്തിലും വളരെ ശാന്തനായിക്കൊണ്ട് പുൽമേടുകളിൽ ആടിപ്പടരാൻ അയാൾക്ക് സാധിക്കും. റൊണാൾഡീഞ്ഞോയും പാവൽ നെഡ്വിഡും അഴിഞ്ഞാടിയിരുന്ന മധ്യനിരയിൽ അയാളുടെ മികവിനാൽ സ്വന്തം നാമം എഴുതി ചേർക്കാൻ അയാൾക്ക് അധിക നാൾ വേണ്ടി വന്നില്ല. 2001 അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി യുവന്റസിൽ ആടിത്തിമർത്തുകൊണ്ട് കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് ചേക്കേറുമ്പോൾ പതിവിലും വിപരീതമായി തികച്ചും വ്യത്യസ്തമാർന്ന 5-ാം നമ്പർ ജേഴ്സി ആയിരുന്നു അയാൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് കാൽപന്ത് കളി അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള ഗലാക്റ്റിക്കോസ് എന്ന റയൽ മാഡ്രിഡിന്റെ തുറുപ്പു ചീട്ടുകളായിരുന്നു. അന്നവർക്കെതിരെ നിൽക്കാൻ ഏതൊരു ടീമും തെല്ലും ഭയന്നിരിക്കണം. 2006 അന്ന് ലോകത്തിലെ ഏതൊരു ടീമും ഭയന്നിരുന്ന റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, കഫു തുടങ്ങിയ ലോകോത്തര താരങ്ങളടങ്ങിയ കാലടിപ്പടയെ വരെ മധ്യനിരയിലെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് അയാൾ വിരൽത്തുമ്പിൽ നിർത്തിയത് ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാനാവില്ല. അന്ന് അയാളുടെ പ്രകടനം കണ്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ ഏറെ നിസ്സഹായതയോടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും ബ്രസീൽ പുറത്തായി. എന്നാൽ അതേ വേൾഡ് കപ്പിൽ തന്നെ അസൂരിപ്പടകൾക്കെതിരെ ഗോൾ നേടിയിട്ട് പോലും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുനിന്ന കളിയിൽ തന്റെ സഹോദരിയെ കുറിച്ച് മോശമായ രീതിയിൽ കളിയാക്കിയ ഇറ്റാലിയൻ സെന്റർ ബാക്ക് മാർക്കോ മറ്റരാസിയെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് പോലും പുല്ലുവില നൽകിക്കൊണ്ട് അന്നേ ദിവസം തന്നെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച 10-ാം നമ്പറുകാരനെ ഇന്നും ഫ്രാൻസുകാർക്ക് മറക്കാനാവില്ല. ഒരു നല്ല എന്റെ അമ്മോ എന്താ കേട്ടത്, വൈകിട്ട് രോമാഞ്ചൊക്കെ വന്ന്. കളിക്കാരന് ഒരു നല്ല കോച്ച് ആവാൻ കഴിയില്ല, ഒരു നല്ല കോച്ചിന് ഒരു നല്ല കളിക്കാരനും. എന്നെ ഈ പഴംപുരാണം തിരുത്തി എഴുതിക്കൊണ്ട് അതേ സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് അയാൾ ഒരിക്കൽ കൂടി മടങ്ങിയെത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗീസ് കുന്തമുനയുടെ മൂർച്ച അയാളെക്കാൾ ഭംഗിയായി മറ്റാർക്കും സാധിച്ചില്ല. അതേ കുന്തമുനയെ മുൻനിർത്തി ആദ്യമായ ഒരു ടീം 3 വർഷം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു. വിജയത്തിന്റെ ഉച്ചകോടിയിൽ എല്ലാം നേടിയ റയൽ മാഡ്രിഡിൽ നിന്നും അയാൾ വീണ്ടും പടിയിറങ്ങി. എന്നാലും ഇന്നും കാൽപന്ത് കളി അയാളെ പിന്തുടരുകയാണ്. ഇനി ഒരിക്കൽ കൂടി അയാളുടെ തിരിച്ചുവരവിനായി ഗലാക്റ്റിക്കോസിലെ നയതന്ത്രൻ, ഫ്രാൻസിന്റെ പടത്തലവൻ, സാന്റിയാഗോ ബെർണബ്യൂയുടെ സ്വന്തം സിനദീൻ സിദാൻ.